തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി KPCC നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. VD സതീശനെയും സണ്ണി ജോസഫിനെയുമാണ് നാളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിർണായക ചർച്ചയാണ് നടക്കാനിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ധനസുമോദ് വിവരങ്ങൾ നൽകാനുള്ളത്. സുമോദ്, വളരെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്കായാണ് ഈ രണ്ടുപേരെയും വിളിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ചർച്ച ഡൽഹിയിൽ പലതായി നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതായിരിക്കില്ല. അതായത് തൃപ്പൂണിത്തുറയും പാലക്കാടും ഒഴികെയുള്ള സീറ്റുകളിൽ എല്ലാ സിറ്റിംഗ് MLA-മാരും തുടർന്ന് മത്സരിക്കും. അതിനപ്പുറത്തേക്കുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് അല്ലെങ്കിൽ നാളത്തെ യോഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമോ? അപ്പോൾ ആദ്യഘട്ടമെന്ന നിലയിൽ 3 തരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. 1 സിറ്റിംഗ് MLA-മാരെ പ്രഖ്യാപിക്കുക, 2 സംവരണ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, 3 തുടർച്ചയായി പരാജയപ്പെടുന്ന മണ്ഡലങ്ങളിൽ നേരത്തെ കാലേകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ള രീതിയായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. കനകുലുവാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. പക്ഷെ പലപ്പോഴും സംവരണ സീറ്റുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോവുകയാണ്. രമ്യ ഹരിദാസിനെ എവിടെ മത്സരിപ്പിക്കണം എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ജില്ലകൾ എവിടെയെങ്കിലും തിരുവനന്തപുരത്തെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ഇതുവരെ ഒരു തീരുമാനം അവരുടെ കാര്യത്തിലായിട്ടില്ല. മാത്രമല്ല ഈ വൈക്കം സീറ്റിൽ സണ്ണി എം കപ്പിക്കാടിനെ മത്സരിപ്പിക്കണം എന്നുള്ള വിഷയത്തിലും നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ട്. ചിലർ പിന്തുണക്കുമ്പോൾ ചിലർ അത് വിശദമായി ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം ആ തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ മതി എന്ന തരത്തിലേക്ക് ചർച്ച ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യത്തിലും, അതായത് തുടർച്ചയായി പരാജയപ്പെടുന്ന സീറ്റുകളിലും സംവരണ സീറ്റുകളിലും ധാരണ ആകാത്തതിനെ തുടർന്ന് ഇപ്പോൾ സിറ്റിംഗ് സീറ്റിലെ MLA-മാർക്കിടയിൽ മാത്രം അവർ വീണ്ടും മത്സരിക്കുന്നതിൽ മാത്രം തീരുമാനമായാൽ മതി എന്നുള്ള ഒരു ചർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ സണ്ണി ജോസഫും VD സതീശനും മാത്രമാണ് വരുന്നത്. അതേസമയം UDF കൺവീനർ അടൂർ പ്രകാശ്, പ്രചരണ കമ്മിറ്റി ചെയർമാൻ രമേശ് ചെന്നിത്തല എന്നിവർ നാട്ടിൽ തങ്ങുകയാണ്. കാര്യം അവർ പറയുന്നത് ഈ സിറ്റിംഗ് സീറ്റിലെ വിഷയത്തിൽ ഒരു ധാരണയായതാണ്. ഇനി അവർ പ്രത്യേകിച്ച് വന്ന് ഇതിലെ ഒരു പുതിയൊരു ചർച്ചയുടെ ഒരു ആവശ്യമില്ല. അക്കാര്യത്തിൽ ധാരണയായതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ പാലക്കാട്, തൃപ്പൂണിത്തുറ ഒഴികെയുള്ള ബാക്കി എല്ലാ സീറ്റുകളിലും സിറ്റിംഗ് MLA-മാരെ തന്നെ കൂട്ടത്തോടെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് ഹൈക്കമാൻഡിന് അനുമതി വേണം. അതിനുവേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് ആ അനുമതിക്ക് വേണ്ടിയാണ് നാളെ ഈ പ്രധാനപ്പെട്ട 2 നേതാക്കളും ഡൽഹിയിലെത്തുന്നത്. യെസ്, കോൺഗ്രസും തിരക്കിട്ട ചർച്ചയിലാണ്. ഡൽഹിയിലാണ് നാളെ VD സതീശനും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫും ചർച്ചയിൽ പങ്കെടുക്കുക. വളരെ നിർണായകമായ തീരുമാനങ്ങൾ നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം.